നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനം വിധി എഴുതാൻ ഇനി 10 നാൾ തികച്ചില്ല. വികസനങ്ങൾക്കപ്പുറം വിവാദങ്ങളും വർഗീയതയുമാണ് പ്രചാരണത്തിൽ ഇടം പിടിച്ചത്. പാലക്കാട്ടെ CJP ആരോപണത്തിൽ തുടങ്ങി SDPI ഡീലിലെത്തിയത് നിൽക്കുന്നു. SDPI നിലപാട് അവരോട് ചോദിക്കണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ചോദിച്ചു. നേമത്ത് പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് കൃത്യമായി മറുപടി കിട്ടി. ശിവൻകുട്ടി ചോദിച്ചു, ഞങ്ങൾ നൽകി, അതാണ് മറുപടി. സംശയമേതുമില്ലാതെ SDPI നേതാവ് ഇന്നത് പറഞ്ഞു. SDPI വോട്ട് വേണ്ട എന്ന് വെക്കാൻ കഴിയില്ലേ, ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് ചോദിക്കുന്ന ഇടതുപക്ഷത്തിന്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ശബരിമല കൊള്ളയെക്കുറിച്ച് വീണ്ടും വാചാലനാകുന്നതും നരേന്ദ്രമോദി അതിൽ മൗനം പാലിക്കുന്നതും? ഒരു രാഷ്ട്രീയ സംവാദം പ്രതീക്ഷിച്ച കേരളത്തിന് അത് കാണാൻ യോഗമുണ്ടാകുമോ, അതോ സംവാദവും ഡീലാക്കിയോ? സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയങ്, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമ പ്രവർത്തകരുമായ ജോർജ് പൊടിപ്പാറയും ചേരുന്നുണ്ട്. ഈ അതിഥികളിലേക്കും ചർച്ചയിലേക്കും പോകുന്നതിന് മുൻപ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ സംവാദം കേരളം പ്രതീക്ഷിച്ചിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അതിനൊരു തുടക്കം വന്നത്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മറുപടി കാണാം. ഇത് ഫേസ്ബുക്കിലുള്ള ഒരു സംവാദത്തിനാണ് ഞാൻ ക്ഷണിച്ചത്. ഫേസ്ബുക്കിലുള്ള സംവാദത്തിന് തയ്യാറല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ആ സംവാദം നടക്കട്ടെ. ഞാൻ വല്ലാത്ത പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനുമായി നേരിട്ടൊരു സംവാദത്തിൽ ഏർപ്പെടാനുള്ള സ്ഥലവും തീയതിയും അദ്ദേഹം അറിയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അദ്ദേഹം അത് സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെയുള്ള ഇതാക്കി മാറ്റി. സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ സംവാദം നടത്തുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ചില നുണകൾ അദ്ദേഹം പറയുമ്പോൾ അതിന് ഞാൻ മറുപടി പറയുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് യാതൊരു പരാമർശവും ഇല്ല. ശ്രീ അരുൺകുമാർ, മുഖ്യമന്ത്രി നോക്കൂ, LDF റിപ്പോർട്ട് കാർഡ് നവകേരളത്തിന്റെ നട്ടെല്ലായ 10 വർഷങ്ങൾ A+, 10ൽ 10 മാർക്ക് നൽകി. അതിന് അടിക്കുറിപ്പായിട്ടാണ് എന്നാൽ ഇനി ഇതിൽ സംവാദം ആയാലോ എന്ന് പറഞ്ഞത്. ആ സംവാദത്തിന്റെ തീയതിയും സമയവും സ്ഥലവും എല്ലാം തീരുമാനിച്ചോളാൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തിനാണ് പ്രതീക്ഷിച്ച പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ നിരാശപ്പെടുത്തുന്നത്? സംവാദമാണല്ലോ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാഭിലാഷങ്ങൾ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭയിലടക്കം നിയമസഭയ്ക്കകത്തും പുറത്തും വളരെ ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ആ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് ഒടിച്ചോളി അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ചർച്ചയിൽ നിന്ന് വരെ രക്ഷപ്പെട്ട് ഓടുന്നത് നമ്മൾ കാണുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള അവസാനത്തെ 2 നിയമസഭാ സമ്മേളനം അങ്ങേക്ക് ഓർമ്മയുണ്ടാകും. ആ ഒറ്റ ദിവസം പോലും നിയമസഭ പ്രവർത്തിക്കാൻ അനുവദിച്ചില്ല. ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനല്ല നിയമസഭ സ്തംഭിപ്പിച്ചത്, ഹൈക്കോടതി പറഞ്ഞ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആരോഗ്യകരമായിട്ടുള്ള സംവാദം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഏറ്റവും ശക്തമായിട്ട് ഉയർത്തുകയാണ്. ഒരിക്കലും ഒരു പൊതുവേദിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരുവീതികളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ സംവാദം എന്ന രൂപത്തിലല്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സംവാദത്തിൽ ഏർപ്പെടേണ്ടത്. അത് കൃത്യമായിട്ട് നിയമസഭയ്ക്കകത്ത് തന്നെയാണ്, പുറത്തുമാകാം. അതിപ്പോൾ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ള സംവാദങ്ങൾ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പറഞ്ഞു, വേദി കുറിച്ചോ എന്ന് പറഞ്ഞ് നമുക്കറിയാം, അടുത്ത കാലത്ത് നുണ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ VD സതീശൻ അത് ആവർത്തിക്കുകയാണ്. അദ്ദേഹം ഏതായാലും രാഷ്ട്രീയ വനവാസം എന്ന് കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചു. ഇന്ന് പറഞ്ഞു UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ പൊതുപ്രവർത്തനം നിർത്തും. മാധ്യമങ്ങളോട് സംസാരിക്കാത്ത വ്യക്തിയാണ് എന്നൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കില്ല. ഇപ്പോൾ സംസ്ഥാന പര്യടനം അദ്ദേഹം തുടങ്ങി. എല്ലാ ദിവസവും 40 മിനിറ്റിനടുത്ത് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് മാത്രം ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട്. അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങൾക്കും YouTube ചാനലുകൾക്കും ഒക്കെ അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടായി. അദ്ദേഹം എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകി. ഇവിടെ ഇപ്പൊ നിങ്ങൾ തന്നെ സതീശനെ, പ്രതിപക്ഷ നേതാവിനെ നുണയൻ എന്നൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. ആ നുണകളെല്ലാം പൊളിച്ചു കാട്ടാനുള്ള ഒരു അവസരമല്ലേ സതീശൻ നിങ്ങളുടെ കയ്യിലേക്ക് വെച്ച് തരുന്നത്? അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് ചെന്ന് പൊളിച്ചടക്കിക്കൂടെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ നുണകൾ ഓരോന്നായി പൊളിച്ചടക്കിയല്ലോ കേരളത്തിൻ്റെ നിയമസഭയിൽ. അതുപോലെ തന്നെ പത്രസമ്മേളനങ്ങളിലും മറ്റു സംവാദങ്ങളിലും പ്രസംഗങ്ങളിലുമെല്ലാം ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നുണകൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇനി അതിൽ വീണ്ടും ഒരു തെളിയിക്കലിൻ്റെ ആവശ്യമില്ല, തെളിഞ്ഞിരിക്കുന്നു. ഇപ്പം ഏറ്റവും അവസാനം ഒരാഴ്ചയായിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, മാധ്യമങ്ങൾ ഒന്നായി ചോദിക്കുന്ന ചോദ്യം. ആ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിൽ പോലും ചൂരൽമല മുണ്ടക്കൈയിലെ മൃതദേഹങ്ങൾക്ക് കണക്കു പറഞ്ഞുകൊണ്ട് പ്രത്യേക ആപ്പ് വെച്ച് ഇന്ന് 590 ദിവസമായി ആ ആപ്പ് വെച്ച് പണം പിരിവ് തുടങ്ങിയിട്ട്
അതിൽ പിരിച്ച പണം നയാ പൈസയെങ്കിലും ഇനി ബാക്കിയുണ്ടോ, എൻ്റെയും അതുപോലെ KPCC പ്രസിഡന്റിന്റെയും അക്കൗണ്ടിൽ ഉണ്ട്, ജോയിന്റ് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ കൊടുത്ത അഫിഡവിറ്റിൽ പോലും അതിനെക്കുറിച്ച് ഒരു വരി പോലും പരാമർശിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. ഇതിലും വലിയൊരു നുണയുണ്ടോ? ഇതിലും വലിയൊരു നുണ 3 ദിവസം മുമ്പ് പറഞ്ഞില്ലേ, പത്രക്കാർ പോയി നോക്ക്, അവിടെ വീടിന്റെ പണിയൊക്കെ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പത്രക്കാർ പോയി തെരഞ്ഞിട്ട് ഇട്ട കല്ലുപോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ. ആ ഒറ്റ കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ല് പോലും വച്ചിട്ടില്ല എന്ന് മാധ്യമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു നാം കാണുകയാണ്. സാധാരണ ഒരു ക്രൗഡ് ഫണ്ടിങ് ആണോ ഇത്? ചൂരൽമല മുണ്ടക്കൈ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വികാരമല്ലേ? നമ്മുടെ ഏറ്റവും ഇന്ത്യ കണ്ട പ്രകൃതി ദുരന്തങ്ങളിൽ വെച്ച് ഏറ്റവും വലുതിൽ 3ാമത്തേതാ. അത്തരത്തിലൊരു ദുരന്തത്തിന്റെ പേരിൽ ഇങ്ങനെ പണം പിരിക്കാമോ കോൺഗ്രസ്? പിരിക്കാം, പക്ഷെ മുക്കാം, പക്ഷെ ഇങ്ങനെ മുക്കാവോ? ആ നയാ പൈസ പോലും അക്കൗണ്ടിൽ ഇല്ലാത്ത തരത്തിൽ മുക്കാവോ? അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇനി നുണയനാണെന്നോ, അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലും ഒരു മെറിറ്റുമില്ല എന്നോ ഞങ്ങൾക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി അത് തെളിഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി രാഷ്ട്രീയ വിഷയങ്ങളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ ഒരു ഭരണ വൈകല്യം ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. ഭരണ വൈകല്യം ഉണ്ടെങ്കിലാണല്ലോ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് അത് പോവുക. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ജനക്ഷേമ പദ്ധതികളായാലും അടിസ്ഥാന രംഗത്തെ വികസന പദ്ധതികളായാലും വൻകിട വികസന പദ്ധതികളായാലും അത് ജനം കൂടുതൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രതീക്ഷയിലാണ് ഈ വികസന പറഞ്ഞ 2 കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നുണ്ട് പൂർണ്ണമായും. നിയമസഭ എന്നൊരു വേദി അവർക്കുണ്ടായിരുന്നു. അവിടെ ഈ അവസാനത്തെ 2 നിയമസഭാ കാലയളവിലും ഒരു ചർച്ചയ്ക്കും പ്രതിപക്ഷം വഴങ്ങിയില്ല, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള വസ്തുത കേരളത്തിന് മുന്നിലുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക്, ഇത് ആ ചോദ്യം ഈ ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയെ ഇനി ഇതിൽ സംവാദമായാലോ എന്ന് ചോദിച്ച് അദ്ദേഹം അതിന് കൂടെ കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ സർക്കാർ എന്തു ചെയ്തു, അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ആ പോസ്റ്റിലൂടെ മുഖ്യമന്ത്രി നിങ്ങളോട് ചോദിക്കുന്നത്. നോക്കൂ, തെരഞ്ഞെടുപ്പ് തുടങ്ങി ഇത്ര നാളായി, നിങ്ങൾ ഇത്ര ഈ 10 വർഷത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ സർക്കാർ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടോ? അത് അങ്ങനെയല്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും ശബരിമല സ്വർണ്ണക്കൊള്ള സംസാരിക്കേണ്ടതല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള, അതിനപ്പുറം പിന്നീട് ഇപ്പോൾ ഡീല് അല്ലെങ്കിൽ ഈ CJP, ഇതിലപ്പുറം വികസനം ഇവർ ഇത് ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും പിൻ പോയിന്റ് ചെയ്യുന്നുണ്ടോ കോൺഗ്രസ്? എന്താ സംശയമുള്ളത്? അങ്ങിപ്പോൾ സൂചിപ്പിച്ചു, കഴിഞ്ഞ 2 നിയമസഭാ സമ്മേളനങ്ങളിലും കോൺഗ്രസ് ചർച്ചയ്ക്ക് തയ്യാറായില്ല എന്ന്. വെറുതെ ചർച്ചയ്ക്ക് ആവാതിരിക്കുകയാണോ ചെയ്തത്? അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ട അടിയന്തര പ്രമേയങ്ങൾ തള്ളുമ്പോൾ ശബരിമലയിൽ കൊള്ള നടക്കുകയും ആ കൊള്ളയ്ക്ക് അനുചിതമായി 90 ദിവസത്തെ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊള്ളക്കാർ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള അന്വേഷണ ഏജൻസിയുടെ പിടിപ്പുകേട് കൊണ്ട് വെളിയിൽ വരികയും ചെയ്യുമ്പോൾ അവിടെ നിന്ന് ചർച്ച നടത്തണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. 2, മുഖ്യമന്ത്രി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരിപ്പം എന്നെ ഇന്ന് വൈകിട്ട് മാതൃഭൂമിയുടെ ചർച്ചയ്ക്ക് വിളിക്കുന്നു, ആര് വിളിച്ചിട്ട് എന്നോട് പറയാണ് വസന്ത ഒരു സംവാദമുണ്ട് പങ്കെടുക്കണം, കോൺഗ്രസ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. അങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ ആര്യയോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യൂ, ആര്യയുടെ ചോദ്യം എല്ലാം കൂടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്ക്, ഞാൻ മറുപടി കമൻ്റായിട്ട് ഇട്ടേക്കാം എന്ന് പറഞ്ഞാൽ അതൊരു സംവാദമാണോ? അതാണോ ഒരു സംവാദത്തിൻ്റെ രീതി? ഒരു ഡിബേറ്റിൻ്റെ ഒരു രീതി അതാണോ? അപ്പം ഞാൻ പറയാണ്, ഒരു കാര്യം ചെയ്യും, ആര്യയുടെ ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തോ, അതിനിടയിൽ ഞാൻ കമൻ്റായി ഉത്തരവിട്ടേക്കാം എന്ന് പറഞ്ഞാൽ അതാണോ ഒരു ജനാധിപത്യ സംവാദത്തിന്റെ രീതി? നിയമസഭയിൽ ചർച്ചയാകാമായിരുന്നു, ആ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഈ ശബരിമല വസന്ത് ചൂണ്ടിക്കാണിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ വിഷയത്തിൽ ചർച്ചയാകാമെന്ന് സർക്കാർ പറഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് ഹൈക്കോടതിയിൽ ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുകയാണെന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇതേ വിഷയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇല്ലേ? കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ലേ അത്? ശബരിമലയിൽ ഹൈക്കോടതിയുടെ അല്ലല്ലോ. ആര്യപ്പോലൊരു സീനിയർ മാധ്യമ പ്രവർത്തക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. സർക്കാർ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോഴാണ് ബാർക്കോഴ ഇവരാവശ്യപ്പെട്ടിട്ട് ഇതേ നിയമസഭയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യരുത് നിയമസഭയിൽ എന്നൊരു പ്രശ്നമില്ല. 2, സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടില്ല എന്ന് അങ്ങ് പറയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് റൂൾ 15 നോട്ടീസ് കൊടുത്തത്, തള്ളിക്കളഞ്ഞു. ആദ്യ ദിവസം സർക്കാരുമായി ബന്ധപ്പെട്ട ആരും പ്രതിക്കൂട്ടിലുണ്ടാകുന്നതിന് മുമ്പ് പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് വലിയ കൊള്ളയാണെന്നും ശബരിമല കവർച്ച ചെയ്യപ്പെട്ടുവെന്നും അത് സുഭാഷ് കപൂർ മോഡൽ കൊള്ളയാണെന്ന് കോടതി പറയുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞു. എന്നിട്ട് റൂൾ 15 നോട്ടീസ് കൊടുത്തു, തള്ളിക്കളഞ്ഞു, സമ്മതിച്ചില്ല, അടിയന്തര പ്രമേയത്തിനുള്ള ചർച്ച ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിന്നവർ ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ ബാർക്കോഴ എങ്ങനെയാണ് ചർച്ച ചെയ്തത്?
എങ്ങനെയാണ് ചർച്ച ചെയ്തത്? സോളാർ കേസ് എങ്ങനെയാണ് ചർച്ച ചെയ്തത്? അങ്ങനെ വിവിധ കേസുകൾ ഇവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് പല കുറി ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത്. അങ്ങേക്ക് ആവശ്യമാണെങ്കിൽ റിസർച്ച് ടീമിനോട് ആവശ്യപ്പെട്ടാൽ ആ സമയത്ത് ചർച്ച ചെയ്തതിൻ്റെ വിഷ്വൽസ് മാതൃഭൂമിയുടെ ആർക്കൈവ്സിൽ നിന്ന് അങ്ങേക്ക് തന്നെ തരും. ഇനി ഈ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് ചർച്ച ചെയ്യാൻ തയ്യാറല്ല എന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അതിന് പ്രതിപക്ഷ നേതാവിൻ്റെ ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിക്കുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കളിക്കാൻ വേണ്ടിയല്ല. ആരുണ്ടടാ എന്നോട് വെല്ലുവിളിക്കാൻ എന്ന് ഒരാൾ ചോദിക്കുന്നു ഗോതയിൽ വന്ന്. ഞാനുണ്ടടാ എന്ന് മറ്റൊരാൾ പറയുന്നു. ഉടനെ എന്നാൽ പിന്നെ ഞാനില്ല, അയ്യേ പറ്റിച്ചേ എന്ന് പറഞ്ഞ് മാറുന്ന രീതിയിൽ ഒരുമാതിരി കുഞ്ഞു കുട്ടികളുടെ, അതിൽ കൂടുതൽ എങ്ങനെ അതിനെ പറയുക രീതിയിലാണോ ഒരു ജനാധിപത്യ സംവാദത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിനോട് സംസാരിക്കേണ്ടത്, സംവേദിക്കേണ്ടത്? നോക്കൂ, അദ്ദേഹം ഇട്ട് ഈ പറയുന്ന A+, എന്ന് കൊടുത്ത Z- മാത്രം കൊടുക്കാൻ പറ്റുന്ന പദ്ധതികളുണ്ടല്ലോ, അതിനെ സംവേദിക്കാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. അതിനാണ് ആര്യ KPCCയുടെ വക്താവായി ഞാനും കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ചർച്ചയിൽ ഇന്നലെ എനിക്കൊന്ന് റിജിലും ഇന്ന് ഈ പറയുന്ന 10ഓളം മെയിൻ സ്ട്രീം ചാനലുകളിൽ KPCC വക്താക്കളെ അയക്കുന്നത് അതിനാണ്. ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളുടെ പ്രവർത്തകർ അത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളുടെ നേതാക്കൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങൾ നൽകുന്ന പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രിയോട് ചർച്ച ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ വന്ന് പ്രതിപക്ഷ നേതാവ് കമന്റ് ഇട്ടേക്ക് എന്ന കണക്കിന് വർത്താനം പറഞ്ഞാൽ അതിന് സൗകര്യം ഉണ്ടാവില്ല. ഇനി മുഖ്യമന്ത്രിയുടെ നമുക്ക് അധിക സമയം അതിലേക്ക് കളയണ്ട. അങ്ങ് പറഞ്ഞതുപോലെ ഒരു മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ചർച്ച നടത്താം. അങ്ങ് ചോദിച്ചല്ലോ ഇതിനൊക്കെ ഉത്തരമുണ്ടോ പോയിന്റഡ് ആയിട്ട്. ഏത് പിണറായി വിജയന്റെ പോസ്റ്റാണ് കേട്ടോ ഇത്, ഒരു ദിവസം മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റ്. ഞാൻ അതെടുത്ത് തന്നെ സംസാരിക്കാം. ഒന്നാമതായി പറയുന്നത് എന്താ? ഐഡിയകളെല്ലാം സ്റ്റാർട്ടായി. സംസ്ഥാനത്ത് 8000 സ്റ്റാർട്ടപ്പുകൾ. എന്തായിരുന്നു പി രാജീവിൻ്റെ അവകാശവാദം? പി രാജീവ് കഴിഞ്ഞ വർഷം 2024 നവംബർ മാസം നടന്ന ഇൻഫോ പാർക്കിലെ ഒരു ഉദ്ഘാടനത്തിൽ പറഞ്ഞത് 1.5 ലക്ഷം സ്റ്റാർട്ടപ്പുകൾ ഒരു വർഷം ഉണ്ടാകുന്നു എന്നാണ്. എന്നാൽ ഇവർ പറയുന്നത് 8000 മാത്രമേ ഉള്ളൂ എന്നാണ്. ഞങ്ങൾ പറഞ്ഞു 8000 പോലും ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. 1.5 ലക്ഷത്തിൽ നിന്ന് 8000ത്തിലേക്ക് അവർ കുറച്ചല്ലോ, നല്ല കാര്യം, അതിൻ്റെ സത്യമെങ്കിലും പറഞ്ഞല്ലോ. 2, ക്ലീൻ സ്റ്റേറ്റ്, മാലിന്യ സംസ്കരണത്തിന് ലോകമാതൃകയായ 10 വർഷം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഗവൺമെൻറ് ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് വിവിധ സർവേകൾ, വിവിധ റാങ്കുകൾ നടത്താറുണ്ട്. 50ൽ താഴെയാണ് കേരളത്തിലെ നഗരങ്ങളുടെ കണക്ക്. അതിൽ പിന്നെ എങ്ങനെയാണ് അത് ലോക മാതൃകയായ സംവിധാനമായി മാറുന്നത്? ക്ലീൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ഉത്തരം പറയണ്ടേ? ഒപ്പം അവൾക്കൊപ്പം മൂന്നാമത്തെ പോയിന്റ് A+ കൊടുത്തിരിക്കുന്നു. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കിയ 10 വർഷങ്ങൾ. ഈ ഒരു മാസം മുമ്പാണ് ആര്യ മന്ത്രി പത്നിക്ക് വിളിച്ചിട്ട് പറഞ്ഞു മന്ത്രിയുടെ സ്റ്റാഫിനെ കയ്യേറ്റം ചെയ്തു, ഫോൺ വലിച്ച് നിലത്തിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ പോലീസ് അതേ KSRTC മന്ത്രിയുടെ അതേ KSRTCയിൽ പ്രദർശിപ്പിച്ചു അവൾക്കൊപ്പം. പീഡനം നേരിട്ടാൽ വിളിക്കൂ ഈ നമ്പറിലേക്ക്. ആ നമ്പറിൽ വിളിച്ചു മന്ത്രി പത്നി. അവിടെ എത്തിയ പോലീസ് എന്താ ചെയ്യേണ്ടത്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി 164 രേഖപ്പെടുത്തണം. അതാ നാട്ടിലെ നിയമം. എന്നിട്ട് എന്ത് ചെയ്യണം? മെഡിക്കൽ എടുക്കണം. അതിന് പോലും തയ്യാറാവാതെ പ്രതി മന്ത്രിയാണെന്നും മന്ത്രിയുടെ PS ആണെന്നും കണ്ടപ്പോൾ കമാന്നൊരക്ഷരം മിണ്ടാതെ റാൻ മൂളി തലയിൽ തൊപ്പിയും വെച്ച് സല്യൂട്ട് അടിച്ച് മടങ്ങിപ്പോയി. അതാണോ ഇവരുടെ അവൾക്കൊപ്പം എന്നുള്ളത് പറഞ്ഞാൽ മതി. ഇനി അടുത്ത പദ്ധതി എന്താ? അടുത്ത പദ്ധതി സാധ്യമാണെല്ലാം. ദേശീയപാത, ഗെയില്, വിഴിഞ്ഞം എല്ലാം സാധ്യമായി. അസാധ്യമെന്ന് കരുതിയതെല്ലാം സാധ്യമാക്കി. നല്ല കാര്യമാണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ എടുക്കാം, ദേശീയപാതയിൽ ദേശീയപാത വലിയ വികസനത്തിലേക്ക് പോയാൽ 50 മീറ്റർ ഉണ്ടായാൽ 60 മീറ്റർ ഉണ്ടായാൽ ഗോപാലൻ ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പശുവിനെ അവിടെ കൊണ്ടുപോയി കെട്ടുന്നത് എന്ന് ചോദിച്ച് സമരം ചെയ്തത് CPM ആണ്. ആ CPM ഇപ്പോൾ സമരം ചെയ്യാനില്ലാത്തതുകൊണ്ട് ദേശീയപാത യാഥാർത്ഥ്യമായി. ഇനി അടുത്തതായിട്ട് പറഞ്ഞത് എന്താ? ഗെയിലിൽ ആര്യ സമരം ചെയ്തത്? ഡൽഹിയിൽ, എറണാകുളത്ത് ഗെയിൽ കടന്നു പോകുന്ന വഴികളിൽ എല്ലാം സമരം നയിച്ച് സമരനായകന്റെ പേര് ഇന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് എന്നാണ്. P. രാജീവ്. അതായത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ സമരം ചെയ്ത എല്ലാ പദ്ധതികളും ഇന്ന് സാധ്യമായെങ്കിൽ ഇന്ന് അങ്ങനെ സമരം ചെയ്യാൻ പ്രതിപക്ഷത്തുള്ളവർ എട്ടുകാലി മമ്മൂഞ്ഞകളല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ക്രിയേറ്റീവ് പ്രതിപക്ഷമാണ്. നല്ല പദ്ധതികൾ വരുമ്പോൾ ഞങ്ങൾ സ്വാഗതം ചെയ്തു. ഗെയിൽ വന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്തു. നാഷണൽ ഹൈവേ വന്നു, ഞങ്ങൾ സ്വാഗതം ചെയ്തു. എന്തുകൊണ്ടാണ് വസന്തിലേക്ക് മടങ്ങി വരാം. അരുൺ, ഈ ചോദിച്ച ചോദ്യങ്ങൾ മറുപടി ഉണ്ട്. അങ്ങ് മടങ്ങി വരുമ്പോ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അരുൺ, അല്ല, അങ്ങ് മടങ്ങി വരുമ്പോ ഇതിലെ എല്ലാ പോയിന്റുകളും ഒന്നിടപെടാതെ ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് കൂടി അരുൺകുമാറിനോടൊന്ന് പറഞ്ഞേക്കും. ശരി അരുൺ, ഇതിൽ പ്രധാന പ്രശ്നം, മെയിൻ ക്രക്സ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഇട്ടു,
മുഖ്യമന്ത്രിയാണ് ആ തലക്കെട്ടിട്ടത്. ഇതിൽ സംവാദമാകാം, അതിൽ ഇടം പറഞ്ഞിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി വരുന്നത്. അപ്പം വസന്ത് പറയുന്നു, അതിൽ സ്വാഭാവികമായും അരുണ് എതിരഭിപ്രായം ഉണ്ടാകും. അരുണ് മുന്നോട്ട് വെക്കാൻ അരുണിന്റെ വാദങ്ങളുണ്ട്, ഇടതുപക്ഷത്തിന്റെ വാദങ്ങൾ ഉണ്ടാകും. ആ വാദങ്ങൾ നേർക്കുനേർ ഒരു സംവാദത്തിൽ പോയിക്കൂടെ? അതിന് ഞങ്ങൾ തയ്യാറാണ്, എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറല്ല എന്നാണ് ചോദിക്കുന്നത്. ആര് പറഞ്ഞു ഞങ്ങൾ തയ്യാറല്ലെന്ന്? ഞങ്ങൾ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഈ 10 വർഷം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ പ്രവർത്തനങ്ങളും അതിന് 5 വർഷം മുമ്പ് UDFന്റെ ഭരണകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങളെയും കൃത്യമായിട്ട് വിലയിരുത്തി തന്നെയല്ലേ പോകുന്നത്. അത്തരത്തിൽ വിലയിരുത്തൽ പാടില്ല, താരതമ്യ പഠനം പാടില്ല എന്ന് പറഞ്ഞ് അതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നതാരാ? ഇവിടെ മുഖ്യമന്ത്രി ഒരു മെസ്സേജ് പോലും സർക്കാർ ജീവനക്കാർക്കടക്കം അയച്ചപ്പോൾ അയ്യോ അത് പാടില്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങൾ അതിനില്ല എന്ന് പറഞ്ഞത് പുറത്തു വന്നതാരാ? നവകേരള സർവേയുടെ ഭാഗമായി കഴിഞ്ഞ 10 വർഷമായി ഈ കേരളത്തിൽ നടക്കുന്ന ഭരണം എങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, ഭാവി കേരളത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചൊരു സർവേ നടത്തിയപ്പോൾ അതിനെതിരെ കേസുമായിട്ട് പോയതാരാ? ഹൈക്കോടതി പറഞ്ഞില്ലേ ഗുഡ് ഗവേണൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം, അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരു മെസ്സേജ് അയക്കുന്നതിൽ തെറ്റില്ല, അത് അയക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചു തന്നാരാ? ജഡ്ജ്മെന്റ് മേടിച്ചു തന്നാരാ? ഗുഡ് ഗവേണൻസ് ഉള്ള സംസ്ഥാനമാണ് കേരളം, അതുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് വീട് വീടാന്തരം കയറി സർവേ നടത്താം, അത് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ കഴിയൂ എന്ന് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഞങ്ങൾക്ക് ജഡ്ജ്മെന്റ് സർട്ടിഫിക്കറ്റ് മേടിച്ചു തന്നതാരാ? സംവാദമാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരു ദിവസം 133 പേർക്ക് അടച്ചുറപ്പുള്ള വീട് കൊടുക്കുന്നത് ആര്? ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്ന ഗവൺമെന്റ് ആര്? ഒരു ദിവസം 87 പേർക്ക് സർക്കാർ നിയമനം കൊടുക്കുന്ന ഗവൺമെന്റ് ഏത്? ഒരു വർഷം 10,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന രംഗം കിഫ്ബി മൂലം നടത്തുന്ന ഗവൺമെന്റ് ആര്? അതുപോലെ തന്നെ മൊത്തത്തിലുള്ള റോഡിന്റെ 60% BMBC ആക്കിയ ഗവൺമെന്റ് ഏത്? അതുപോലെ തന്നെ സംരംഭങ്ങൾ ഈ ഗവൺമെന്റ് വരുമ്പോൾ 322 സംരംഭങ്ങൾ, ആ സ്റ്റാർട്ടപ്പുകൾ അത് 7400. ഇപ്പൊ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയാണ് സംരംഭവും സ്റ്റാർട്ടപ്പ് ഒക്കെ കൂട്ടിക്കലർത്തിയിട്ട് പറയാണ് ഒരു വർഷം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവാണ് എണ്ണി കാണിച്ചു തരാൻ പറഞ്ഞത്. എണ്ണി വന്നപ്പോ ഒരു വർഷം കൊണ്ട് 1,49,000 പുതിയ സംരംഭങ്ങളായി മാറി. തരിശുഭൂമി കൃഷി ഇറക്കിയത്, കാർഷിക മേഖലയിലെ വികസനം, ആഗോള ടൂറിസം രംഗത്ത് ബന്ധപ്പെട്ട് ഓരോന്നും എടുത്ത് പരിശോധിക്കുമ്പോൾ അല്ല നിങ്ങൾ ഇടപെടലേ മര്യാദ കേട് കാണിക്കരുത് കോൺഗ്രസ്സുകാരാ. ഇത് നിങ്ങളുടെ സ്ഥിരം ശൈലിയാണ്, അത് കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ പറഞ്ഞില്ലേ ദേശീയപാത ഒരിക്കലും കമ്മീഷൻ ചെയ്ത് ഉദ്ഘാടനം ചെയ്യാൻ പിണറായി വിജയ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് കെ മുരളീധരൻ, VD സതീശൻ. മലയോര പാത ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശൻ. തീരദേശ ഹൈവേ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശൻ. തുരങ്കപാത ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് ശ്രീ VD സതീശൻ. ആ വിഴിഞ്ഞത്തെ കപ്പൽ പോയിട്ട് ഒരു ബോട്ട് പോലും ഇറങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് കെ മുരളീധരൻ, VD സതീശൻ. അവിടെ ക്രെയിൻ വരുമ്പോൾ ഉദ്ഘാടന മാമാങ്കം നടത്തുന്നു, ഞാൻ അതിന് പോകില്ല എന്ന് പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശൻ. അവസാനം 2ാം ഘട്ട ഉദ്ഘാടനത്തിനും പോയി 32 പല്ലും കാണിച്ച് ചിരിച്ചു നിന്ന നേതാവിന്റെ പേര് VD സതീശൻ. അതുപോലെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് UDF കൺവീനർ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യം പദ്ധതി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് UDF കൺവീനർ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് പദ്ധതി എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് UDF കൺവീനർ MM ഹസൻ. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞതോ മുൻ UDF കൺവീനർ MM ഹസൻ. ഇങ്ങെടുത്തു നോക്കാം, സംവാദമാക്കാം. അന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആ ഭരണം അവസാനിച്ച് UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ അന്ന് 1.25 ലക്ഷം വീടുണ്ടായിരുന്ന ലൈഫ് 5 ലക്ഷമായി പൂർത്തീകരിക്കപ്പെടുമായിരുന്നു. അന്ന് 1.25 ലക്ഷമായിരുന്ന പട്ടയ വിതരണം 4,20,000 കുതിച്ചു മുന്നേറുമായിരുന്നു. അന്ന് 1 ലക്ഷത്തോളം സർക്കാർ നിയമനങ്ങൾ ഇപ്പൊ 3.5 ലക്ഷമായിട്ട് ഉയരുമായിരുന്നു. പ്രിയപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഈ 5 വർഷം ഭരണം 10 വർഷമായി മാറിയപ്പോ ആ വികസന നേട്ടങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും ചോദിക്കുന്നു, UDF കാലത്തെ 5 കൊല്ലവും LDF സർക്കാരിന്റെ ഭരണകാലവും തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഉണ്ടായ വികസന നേട്ടങ്ങൾ തന്നെയാണ് ഗൗരവത്തോടെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്. അത് സംവാദമാണ്, അത് ചർച്ചയാണ്. ചോദിക്കുന്നു 8 ദിവസമായി ഞാൻ തുടർച്ചയായി ചോദിക്കുകയാണ്. ഒറ്റ മിനിറ്റ് അര മിനിറ്റ് മതി. 8 ദിവസമായി തുടർച്ചയായി ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുന്നു, ചൂരൽമല മുണ്ടക്കൈയിലെ ആ മരണപ്പെട്ട ഉരുൾപൊട്ടലിൽ എല്ലാം നശിച്ചുപോയ ആ മൃതദേഹത്തിന്റെ പേരിൽ നിങ്ങൾ പിരിച്ച കോടി ഒരു നയാ പൈസയെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും അക്കൗണ്ടിൽ ഉണ്ടോ? അതിന് മറുപടി നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ
നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനിയെങ്കിലും പറയാൻ പറ്റുമോ? 8 ദിവസമായി ചോദിക്കുന്നു. പൈസയെങ്കിലും ശരി അരുൺ, ഞാൻ അരുണിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് അക്കൗണ്ടിലുണ്ടോ? ശരി, ശ്രീ ജോർജ് പൊടിപ്പാറ, അപ്പൊ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നേതാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത്, സംവാദമാകുന്നത്, അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതും അവരുടെ റേറ്റിംഗ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലാണ്. അതുപോലുള്ള ഒരു സംവാദത്തിലേക്ക് ഒരുപക്ഷെ കേരളം കടന്നേക്കും എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്തായാലും അതുണ്ടാകില്ല എന്ന് ഏകദേശം ബോധ്യപ്പെട്ടു. നമുക്ക് അതിഥികളിലേക്ക് മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള എടുത്ത് ശ്രീ ജോർജ് പൊടിപ്പാറ, നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഇങ്ങനെ നേതാക്കൾ തമ്മിൽ, മുൻനിര സ്ഥാനാർത്ഥികൾ തമ്മിൽ ചർച്ച ചെയ്യുന്നു, സംവാദമാകുന്നു, അവരവരുടെ പോയിന്റുകൾ മുന്നോട്ട് വെക്കുന്നു, അതിനനുസരിച്ച് അവിടെയുള്ള ജനങ്ങൾ അവരെ വിലയിരുത്തുന്നു, അതിനനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെയുള്ളൊരു രാഷ്ട്രീയ സംവാദം കേരളവും ഒരുപക്ഷെ നടന്നേക്കുമെന്നൊരു സൂചന, ഒരു പ്രതീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നതാ അതുണ്ടാകില്ല എന്നൊരു ബോധ്യം നമുക്ക് ബോധ്യമാവുന്ന ദിവസമാണ്. താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ അങ്ങനെ ഒരു മുഖ്യമന്ത്രി വേഴ്സസ് പ്രതിപക്ഷ നേതാവ് ഒരു സംവാദം നടക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വളർന്നിരുന്നു. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ആയിട്ടാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് രംഗത്ത് വന്നതും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് സംവാദമാകാം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ പരസ്പരമുള്ളൊരു വാഗ്വാദം, ആ പ്രയോഗങ്ങൾ, അതിന് ഒരു സംവാദത്തിൻ്റെ ഒരു സർഗാത്മകതയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ താങ്കൾ തന്നെ ആര്യ തന്നെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും അതുപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ സംവാദം നടക്കുന്നു. അത് വിവിധ കേന്ദ്രങ്ങളിൽ, അമേരിക്കയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒക്കെ പലവട്ടം ഇങ്ങനെ സംവാദം നടക്കുന്നു. ഓരോ സ്ഥാനാർത്ഥിയും അവരവരുടെ കാഴ്ചപ്പാടുകൾ, വിദേശ നയത്തിലുള്ള കാഴ്ചപ്പാട്, സാമ്പത്തിക വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാട്, അതുപോലെ തന്നെ അമേരിക്കയുടെ ആഭ്യന്തര വിഷയങ്ങളോടുള്ള അവരുടെ പ്രതികരണങ്ങൾ, നിലപാടുകൾ, ഇങ്ങനെ ഓരോ പർട്ടിക്കുലർ വിഷയത്തിലും എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും എങ്ങനെ ചിന്തിക്കുന്നു, എന്താണ് നടപ്പാക്കാൻ പോകുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു സന്ദേശം വോട്ടർമാർക്ക് കിട്ടും. അപ്പോൾ ഒരു നേരിട്ടുള്ള സംവാദത്തിൻ്റെ ഒരു മനോഹാരിതയൊന്നും ഒരിക്കലും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്വിറ്ററിലൂടെയോ എക്സിലൂടെയോ അങ്ങനെയുള്ളൊരു സംവാദത്തിന് അതിൻ്റേതായ ഒരു മനോഹാരിത കിട്ടില്ല, ഒരു ഇഫക്റ്റും കിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിച്ചത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ ഒരു തുറന്ന പ്ലാറ്റ്ഫോമിൽ വിഷയങ്ങളെക്കുറിച്ച്, കേരളം നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ച്, കേരളത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച്, ആവിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളെക്കുറിച്ച്, അതുപോലെ തന്നെ കേരള സമൂഹത്തിൻ്റെ ഉത്കണ്ഠകളെക്കുറിച്ച്, ആകാംക്ഷകളെക്കുറിച്ച് എല്ലാം ഇങ്ങനെ ഒരു തുറന്ന സംവാദം നടന്നാൽ തീർച്ചയായിട്ടും അതൊരു വലിയ സർഗാത്മകമായ അനുഭവമായേനെ. പക്ഷേ നിർഭാഗ്യവശാൽ അതിന് നടക്കാൻ പോകുന്നില്ല. വി ഡി സതീശൻ തുറന്ന സംവാദത്തിന് തയ്യാറാണ്, സ്ഥലവും സമയവും അങ്ങ് നിശ്ചയിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി അത്തരം ഒരു തുറന്ന സംവാദത്തിന് തയ്യാറല്ല എന്ന് കൃത്യമായി ഇന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രതീക്ഷയുടെ ആവശ്യം ഇനി ഇല്ല എന്നെനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അവർ വീണ്ടും പത്രസമ്മേളനങ്ങളിലൂടെ ഇങ്ങനെയുള്ള സംവാദം, അത് ഒരു തുറന്ന സംവാദമല്ല, പക്ഷേ ഇങ്ങനെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, വാഗ്വാദങ്ങൾ ഇനി അങ്ങോട്ടും മുന്നോട്ട് പോകാനാണ് സാധ്യത. ഏതായാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ കേരളം ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംവാദം കണ്ടത് സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറയുന്ന ലോട്ടറി രാജാവിനെതിരെ അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കും അന്ന് പ്രതിപക്ഷ നേതാവൊന്നും അല്ലായിരുന്നു, കേവലം ഒരു MLA മാത്രമായിരുന്ന, എനിക്ക് തോന്നുന്നത് വി എസ് സർക്കാരിൻ്റെ കാലത്താണെന്ന് തോന്നുന്നു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഉമ്മൻചാണ്ടി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഇരുവരും തമ്മിലുള്ളൊരു വാഗ്വാദം അല്ലെങ്കിൽ ഒരു തുറന്ന സംവാദം കണ്ടു. ആ സംവാദത്തോടെയാണ് വി ഡി സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും എന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും അതുപോലുള്ളൊരു സംവാദം തീർച്ചയായിട്ടും കേരള സമൂഹം ഇഷ്ടപ്പെടും. അത് വലിയ ഒരു വ്യൂവർഷിപ്പും കിട്ടേണ്ടതാണ്. അല്ലെങ്കിൽ ധാരാളം പേര് ആ സംവാദം, അങ്ങനെ ഒരു സംവാദത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി അതിന് സാധ്യതയില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത് ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ പഴയ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും പ്രചരണം അതിൻ്റേതായ പതിവ് പാരമ്പര്യ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകും എന്നേ കരുതാൻ പറ്റുള്ളൂ. ഈ പറയുന്ന പുതുയുഗത്തിൽ നവമാധ്യമങ്ങളുടെ ഒരു കാലത്തൊക്കെ ഒരുപാട് രീതിയിൽ തന്നെ തുറന്ന സംവാദങ്ങൾ അല്ലെങ്കിൽ പോലും സംവാദങ്ങൾക്ക് സാധ്യതയുണ്ട്. ശ്രീ അരുൺകുമാർ പറയുന്നത്
എന്നതുപോലെ സംവാദങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറേ ചോദ്യങ്ങളും അദ്ദേഹം ചോദിച്ചു, തിരിച്ചും അതേ രീതിയിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ മറ്റുള്ളവർക്കും ഉണ്ടാകും. ഇപ്പോൾ അരുൺ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനൊന്നും ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല, ഞാനത് അത്തരം അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നുമില്ല. പക്ഷെ ഒപ്പം തന്നെ അദ്ദേഹം പറയാൻ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന വേറെയും പ്രശ്നങ്ങളുണ്ട്. വയനാട്ടിൽ പിരിച്ച പണത്തെക്കുറിച്ച് അതിൻ്റെ കണക്ക് ചോദിക്കുന്നു, അതെവിടെ പോയി, അതിലൊരു സിംഗിൾ പെനിയെങ്കിലും ബാങ്ക് അക്കൗണ്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് പുറത്തു വിടൂ എന്ന് പറയുന്ന അരുൺകുമാർ മറന്നു പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതായത് പയ്യന്നൂരിലെ രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം, ആ പിരിച്ചെടുത്ത പണത്തിൻ്റെ ഒരു കണക്ക് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ജില്ലാ കമ്മിറ്റി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമാണ് ആ അക്കൗണ്ടിനെ കുറിച്ച് അതേക്കുറിച്ച് പാർട്ടി അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച ആൾ. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, ഇന്നലെ പറഞ്ഞു 5 ലക്ഷം രൂപയോളം അവിടുത്തെ ലോക്കൽ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേയാൾ ഇന്ന് പറയുന്നു മൊത്തത്തിൽ അത് പരിശോധിച്ചാൽ ഏതാണ്ട് ആ രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിനും ഒക്കെ ആയിട്ട് പിരിച്ച ഫണ്ടിൽ നിന്ന് മൊത്തം 1 കോടിയോളം രൂപയുടെ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ക്രമക്കേട് അതിനകത്ത് നടന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും എന്നൊക്കെ പറയുന്നു. അതായത് പതിറ്റാണ്ടുകളോളം ആ പാർട്ടിയിൽ പ്രവർത്തിച്ച് ആ പാർട്ടിയുടെ ചട്ടക്കൂട് എന്താണെന്നും ആ പാർട്ടിയുടെ രീതി എന്താണെന്നും ആ പാർട്ടിയുടെ പ്രവർത്തന ഘടന എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ ജീവിത സായാഹ്നത്തിൽ ആ പാർട്ടിയുമായിട്ട് കലഹിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തക്ക കാരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കലാപകാരിയൊന്നും അല്ല ആ മനുഷ്യൻ എന്നത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകളിലൂടെ നമുക്കറിയാം ഒരു വ്യക്തി എങ്ങനെയുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്ക് ലോകപരിചയം കൊണ്ട് കഴിയുന്നതാണ്. ഒരു ഭാഗത്ത് വയനാടുണ്ട്, മറുഭാഗത്ത് രക്തസാക്ഷി ഫണ്ടുണ്ട്. ശ്രീ വസന്ത് സിറിയക്ക് ഇന്നിപ്പം മറ്റൊരു മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ ശ്രീ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു. അതായത് വയനാടിന്റെ കണക്ക് എത്ര, എവിടെ, എങ്ങനെ എന്നുള്ള കാര്യം കൃത്യമായി ഞാൻ പറയാം. രക്തസാക്ഷി ഫണ്ടിന്റെ കണക്ക് CPM പുറത്തുവിടട്ടെ എന്നുള്ള കാര്യം. അപ്പൊ അത് ഇന്നലെ വൈകിട്ട് ഒരു 5 മണിയോടുകൂടിയാണ് ഈ കുഞ്ഞികൃഷ്ണൻ ഈ കണക്ക്, ഈ ഒരു രേഖ, ബാങ്ക് രേഖ പുറത്തുവിടുന്നത്. ഈ 5 മണിക്ക് മുൻപ് വരെ എന്തായിരുന്നു നിങ്ങളുടെ ഡിഫൻസ് മെക്കാനിസം? ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങളെ വല്ലാതെ പ്രതിരോധത്തിലാക്കുന്നില്ലേ? നിങ്ങൾ എത്ര പണം പിരിച്ചു, അത് എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അത് പറയുന്നതിന്, അത് തുറന്നു പറയുന്നതിന് എന്താണ് ഇത്ര പ്രയാസം? അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രേഖത ഇപ്പോൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ലേ? അവിടെ ആ ചാപ്റ്റർ ക്ലോസ് ആവില്ലേ? പിന്നെ ആ ചോദ്യം ഉണ്ടോ? അല്ല, അതിന് ഉത്തരം പറയാം. ഈ അരുൺകുമാറിന്റെ ചില അവകാശവാദങ്ങൾക്ക് കൂടി ഉത്തരം പറയാൻ അങ്ങ് സമയം തരണം. ഒന്ന്, ഇതേ അരുൺകുമാർ പങ്കെടുക്കുന്ന മറ്റൊരു ചാനലിലെ ചർച്ചയിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞാണ്. ഒന്ന് നോക്കൂ, എന്താണ് ഇവർ പറയുന്നത്? വി ഡി സതീശൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും നോമിനേഷൻ നൽകിയ പത്രികയിൽ ഈ പണം രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ്. നോക്കൂ, പ്രധാനപ്പെട്ട ഉത്തരം എന്താണ് അതുമായി ബന്ധപ്പെട്ട്? സാധാരണ KPCCയുടെ അക്കൗണ്ട് അത് 2 പേരുടെ പേരിലാണ് ഉണ്ടാകുന്നത്. ഒന്ന് PCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എന്നൊന്നുമല്ല, ആ സമയത്തെ PCC അധ്യക്ഷൻ ആരാണോ അയാൾ, അതാണ് ഒന്നാമത്തെ ഓപ്പറേറ്റർ. രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ ഓപ്പറേറ്റർ CLP ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി, കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ. അത് പ്രതിപക്ഷ നേതാവാകാം, ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയാവാം. ഇതാരാണോ അയാൾ. അപ്പം നിലവിൽ അത് വി ഡി സതീശൻ്റെയും സണ്ണി ജോസഫിൻ്റെ അക്കൗണ്ടിലാണ്. അപ്പോൾ അത് വ്യക്തിഗത അക്കൗണ്ടല്ല. വ്യക്തിഗത അക്കൗണ്ട് അല്ലാത്തതിനാൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് നോമിനേഷൻ്റെ കൂടെ കാണിക്കേണ്ടതില്ല. അതുകൊണ്ടാണല്ലോ ഇവർ ഈ പറയുന്ന വി ഡി സതീശൻ്റെ അവിടെയും സണ്ണി ജോസഫിൻ്റെ അവിടെയും ഇവർ തന്നെ തടസ്സവാദം ഉന്നയിച്ചില്ലേ? ഈ അക്കൗണ്ട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോമിനേഷൻ തള്ളിക്കളയണമെന്ന് പറഞ്ഞ് ഇവർ തടസ്സവാദം ഉന്നയിച്ചു. അപ്പോഴാണ് ഇലക്ഷൻ കമ്മീഷൻ അഭിഭാഷകൻ എന്ന നിലയിൽ എന്തെങ്കിലും രീതിയിൽ വരുമാനമുണ്ടോ എന്നുള്ളതായിരുന്നു ആ നോമിനേഷനിലെ പ്രശ്നം. ഈ വിഷയം നവമാധ്യമങ്ങളിലൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ട് സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ ചോദ്യം ഞാൻ ചോദിച്ചില്ല. ആ ബോധ്യം എനിക്കുണ്ട്, ഞാൻ ചോദിച്ചില്ല. എന്റെ ചോദ്യം അതല്ലല്ലോ വസന്ത്, എന്റെ മാത്രമല്ല എല്ലാവരുടെയും ചോദ്യം അതല്ലല്ലോ. ഇപ്പം സത്യവാങ്മൂലത്തിൽ കാണിച്ചില്ല, ഒരുപക്ഷെ നിങ്ങൾ മാർച്ച് 31 ഇൻകം ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ KPCC ആ പണം കാണിക്കേണ്ടി വരും, അതിലൊരു സംശയവുമില്ല എനിക്ക്. ഇവിടെ ചോദ്യം എത്ര പണം പിരിച്ചു എന്നുള്ളതാണ്. അത് എവിടെയുണ്ട്, അത് എത്രയാണ് നിങ്ങൾ പിരിച്ചത് എന്നുള്ളതാണ്. സത്യവാങ്മൂലത്തിൽ കാണിക്കേണ്ട എന്നുള്ള സാങ്കേതികത്വം എനിക്ക് ബോധ്യമുണ്ട്. ആ ചോദ്യം ഇല്ല എനിക്ക്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ആര്യോട്, CPM എത്ര പണം പിരിച്ചു? CPMന്റെ അക്കൗണ്ട് എവിടെയാണ് ട്രാൻസ്പെറന്റ് ആയി നമുക്ക് അവൈലബിൾ ആവുന്നത്? AKG സെന്ററിന്റെ ഏത് അക്കൗണ്ടാണ് അങ്ങേക്ക് അവൈലബിൾ ആവുന്നത്, എനിക്ക് അവൈലബിൾ ആവുന്നത്? വയനാട് ഫണ്ടുമായി ബന്ധപ്പെട്ട് CPM പിരിച്ചില്ലേ? എത്ര രൂപ പിടിച്ചു, എവിടെ കൊടുത്തു? DYFI പിരിച്ചില്ലേ? DYFI പിരിച്ച പൈസ സർക്കാരിന് കൈമാറുന്ന ചെക്ക് ഡേറ്റിൽ നിന്ന് 10 മാസം കഴിഞ്ഞാണ് കൈമാറിയത്. ആ സമയം വരെയുള്ള ഇൻട്രസ്റ്റ് എന്തിയെ? അതിൻ്റെ ഉത്തരം പറയണ്ടേ? ഉത്തരം പറയോ?
2, രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ധൻരാജ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ മകനെ പിറ്റേ ദിവസം അതിന്റെ വാർത്ത വന്ന പത്രത്തിൽ കിടത്തി ഫോട്ടോ എടുത്ത് അത് CPM-ന്റെ ഹാൻഡിലിട്ട് പിരിച്ച പണം, ആ പൈസ അടിച്ചോണ്ട് പോയവന്മാരാണ് ഞങ്ങളോട് ഈ കാര്യം ചോദിക്കുന്നത്. രണ്ടാമത് വേറൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്ത് രക്തസാക്ഷിയുടെ അനിയൻ, സ്വന്തം അനിയൻ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൽ ചേർന്നത്. എന്താ അവരുടെ വാദം? അയാൾ പറഞ്ഞത് എൻ്റെ ചേട്ടൻ്റെ പണം, രക്തസാക്ഷിയായ എൻ്റെ ചേട്ടൻ്റെ പേരിൽ പിരിച്ച പണം എടുത്ത് CPM ജില്ലാ സെക്രട്ടറി പുട്ടടിച്ചു എന്നാണ് പറഞ്ഞത്. കൂടെ നടക്കുന്നവൻ്റെ രക്തത്തിൻ്റെ പണം അതെടുത്ത് മൃഷ്ടാന്ത ഭോജനം ഭജിക്കുന്നവർ, അവർ ഞങ്ങളെ നോക്കി ശവന്തീനികളെന്ന് വിളിച്ചാൽ കേട്ടിരിക്കാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ കൃത്യമായി അവിടുത്തെ പണികളുമായി മുമ്പോട്ട് പോകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ പൊതുസമൂഹം അത് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറന്റായി PCC അധ്യക്ഷനും പറഞ്ഞ കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് അങ്ങോട്ട് പറയാനുള്ളത്. എന്റെ അഭിപ്രായം, എന്റെ അറിവിൽ അങ്ങനെ പറയണോ, എന്റെ അറിവിൽ CPM പണം സമാഹരിച്ചിട്ടില്ല, അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായിരുന്നില്ല. CPM-ന്റെ നിലപാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകണം എന്നുള്ളതാണ്. DYFI പണം പിരിച്ചത് അത് ബിരിയാണി വിറ്റും ആക്രി പെറുക്കിയും അങ്ങനെയാണ് അവർ ആ പണം പിരിച്ചത്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെയും ഇപ്പൊ TV അടക്കം അവർ കൊടുത്തിട്ടുണ്ട് ഓരോ വീട്ടിലേക്കും. അത് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങളിപ്പോ പലിശയുടെ കാര്യം ചോദിച്ചു, അവർ പലിശയാണ് അവിടെ. നിങ്ങളുടെ മുതൽ എവിടെ? മുതൽ എവിടെ? അല്ല, പലിശയുടെ കാര്യത്തിൽ എന്താ ഒരു മാസത്തെ പലിശ അല്ല, ഒരു മാസത്തെ പലിശ ഈ വിഷയം എനിക്കറിയില്ല. അല്ല വസന്ത്, ഒരു മാസത്തെ പലിശ ക്വസ്റ്റ്യൻ ചെയ്തു, ഒരു മാസത്തെ പലിശ ക്വസ്റ്റ്യൻ ചെയ്തു, അത് ഒരു മാസത്തെ പലിശ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അല്ല, ഞാൻ പറയും വേണം, ശരി, അത് ചോദിക്കാം. ഒരു മാസത്തെ പലിശ ചോദ്യം ചെയ്യുമ്പോൾ വസന്ത് നിങ്ങൾ മുതൽ പറയണ്ടേ? മുതൽ പറയണ്ടേ? യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു? യൂത്ത് കോൺഗ്രസ് എത്ര പിരിച്ചു? കോൺഗ്രസ് എത്ര പിരിച്ചു? എനിക്കറിയില്ല. വസന്തിന് അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരൂ. 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. എന്നിട്ട് ആ പണം എന്ത് ചെയ്തു? 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. ഞാൻ അല്ല, അതെങ്ങനെ അങ്ങേക്ക് അറിയാത്തത്? അങ്ങ് മാധ്യമരംഗത്ത് പ്രവർത്തിച്ചിട്ട് അങ്ങ് ആ വാർത്ത കണ്ടില്ലേ? ഇതാ ഞാൻ കാണിക്കാലോ. യൂത്ത് കോൺഗ്രസ് 1 കോടി 5 ലക്ഷം രൂപ പിരിച്ചു. ആ 1 കോടി 5 ലക്ഷം രൂപ ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ട് 2026 ജനുവരി 7-നാണ് KPCC അധ്യക്ഷൻ ഒരു പ്രതികരണം വന്നത്. 1 കോടി 5 ലക്ഷം KPCCക്ക് കൈമാറും. അണ്ടർലൈൻഡ് ആണ്, കൈമാറും. സണ്ണി ജോസഫ് പറഞ്ഞത് കൈമാറിയോ എന്ന് എനിക്കറിയില്ല. കൈമാറുന്നതിന്റെ ചെക്കാണെന്നേ നോക്കാര്യ. ആര് എന്തിനാ അങ്ങനെ അരുൺകുമാറിന്റെ ജോലി കൂടെ ചെയ്യുന്നത്? അദ്ദേഹത്തിന് കൂടി കുറച്ച് സമയം കൊടുക്കൂ. ഇതാ കൈമാറിയതിന്റെ ചിത്രമാണെന്ന് കാണിക്കുന്നത്. ക്ഷമിക്കുക, 1 മിനിറ്റ്, അത് ഇതായിപ്പോയി. ഇതാ കൈമാറുന്നതിന്റെ ചിത്രം കാണിക്കുന്നത്, നോക്കൂ. 1 കോടി 5 ലക്ഷം രൂപ KPCC കൈമാറിയിട്ടുണ്ട്. 2, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങപ്പോ വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നതുകൊണ്ടാണ്. എന്നാലും അത് തന്നെ പറയാം. ഇവർ കൈമാറി എന്ന് പറയുന്ന വീടുകളിൽ ആരെങ്കിലും ഒരാൾ താമസിക്കുന്നുണ്ടോ? ഒരാൾ താമസിക്കുന്നുണ്ടോ? അവിടെ മുസ്ലിം ലീഗ് വെച്ചു കൊടുത്ത വീടുകളിൽ ആൾക്കാർ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. ആര് എൻ്റെ കൂടെ ക്യാമറയുമായി വരൂ, അല്ലെങ്കിൽ അരുൺകുമാറിനെ വരൂ. സർക്കാർ വെച്ചു കൊടുത്ത വീട്ടിൽ ഒരാൾ താമസിക്കുന്നുണ്ടെന്ന് കാണിച്ചു തരാമോ? ഇല്ല. എന്തുകൊണ്ടാ? പണി പൂർത്തീകരിച്ചിട്ടില്ല. എന്നാൽ ഒരു PR സ്റ്റണ്ടിന്റെ ഭാഗമായി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് അത് വരുത്തി തീർക്കണം എന്ന കണക്കിന് പെട്ടെന്ന് ഓടിച്ചിട്ടൊരു ഉദ്ഘാടനം അതായിരുന്നു നടന്നത്. അതുകൊണ്ട് എന്താ പ്രശ്നം? അവിടെ വെള്ളമില്ല, കറണ്ട് ഇല്ല, അവിടെ ഈ പറയുന്ന ടോയ്ലറ്റിന്റെ കുഴി പോലും എടുത്തിട്ടില്ല എന്ന് പറയുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. നവമാധ്യമങ്ങളിൽ ആകെ അത് പ്രശ്നമാവുന്നുണ്ട്. അതെന്താ നിങ്ങൾ കാണാത്തത്? അപ്പോൾ സർക്കാർ ചെയ്യാത്തതിന് കുഴപ്പമില്ല. 700 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നു. അവിടെ എത്ര വീട് പണിയണം? ആ വീട് പണിത് കഴിഞ്ഞ് 700 കോടി രൂപയുടെ ആവശ്യമുണ്ടോ? സ്ഥലം ഏറ്റെടുത്ത് ഗംഭീരമായ വീട് വെച്ചുകയാൽ പോലും അവിടെ ദുരിതാശ്വാസം ഉണ്ടായവർക്ക് 1 കോടി വീതം വെച്ച് വെറുതെ കയ്യിൽ കൊടുക്കാനുള്ള പണം സർക്കാരിൻ്റെ ഖജനാവിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. എന്നിട്ടെന്താ അതിൻ്റെ കണക്ക് പറയാത്തത്? അത് പറയണ്ടേ? ഒരു സൈഡിലേക്ക് മാത്രം മിറർ തിരിച്ചു വെക്കരുത്. അപ്പൊ തിരിച്ചും പ്രതിഫലിക്കും എന്നതിൻ്റെ അകത്ത് ബോധ്യം വേണം. ഇനി അരുൺകുമാർ പറഞ്ഞ 1-2 കള്ളത്തരങ്ങൾക്ക് ഉത്തരം പറയാനുണ്ട്. അപ്പൊ ഈ അരുൺകുമാർ സ്ഥിരമായി ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പട്ടയം കൊടുത്തു. പറഞ്ഞല്ലോ ആര്യ, ആര്യക്കത് മനസ്സിലാവാത്താണല്ലോ. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് 1 കോടി 5 ലക്ഷം രൂപ കണ്ടെടുത്തു, പിരിച്ചിട്ടില്ല. ഞാൻ അങ്ങേ വെല്ലുവിളിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ കൂടി ഭാരവാഹി എന്ന നിലയിൽ ഞാൻ പറയാണ്, യൂത്ത് കോൺഗ്രസ് 1 രൂപ ഒരിടത്തു നിന്നും പിരിച്ചിട്ടില്ല. ഞങ്ങൾ ബിരിയാണി ചലഞ്ച് നടത്തി, പായസം ചലഞ്ച് നടത്തി, ഈ പറയുന്ന പോലെ ആക്രി പറക്കി വിട്ടു, പലയിടങ്ങളിൽ സുഹൃത്തുക്കളുടെ വീട് പണിയിൽ പങ്കെടുത്തു. അങ്ങനെയൊക്കെ പങ്കെടുത്ത് ഞങ്ങൾ കണ്ടെത്തിയ പൈസയാണ് 1 കോടി 5 ലക്ഷം രൂപ. പിരിച്ചു എന്ന വാക്ക് ഉപയോഗിക്കരുത്, അത് തെറ്റാണ്. അങ്ങനെയല്ല. ആ 1 കോടി 5 ലക്ഷം രൂപ യൂത്ത് കോൺഗ്രസ് KPCCക്ക് കൈമാറി. KPCC
വിവിധ പദ്ധതികളിലൂടെ ഈ പറയുന്ന ആൾക്കാരിലൂടെ ഞങ്ങൾ കണ്ടെത്തുന്ന ഞങ്ങളുടെ സഹകാരികളിലൂടെ കണ്ടെത്തിയ പണമുണ്ട്. അത് വളരെ കൃത്യമായി KPCCയുടെ അക്കൗണ്ടിലുണ്ട്. ഞങ്ങൾ സ്ഥലം കണ്ടെത്തി പണി ആരംഭിക്കാൻ പോവുകയാണ്. പണി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ലാതെ സർക്കാരിനെ പോലെ ഓടിച്ചിട്ടൊരു ഉത്സവമാമാങ്കം നടത്തി ജനത്തിന് കയറി കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുക്കുകയും ചെയ്തു, എന്നാൽ ഒട്ട് ഉപകരിച്ചുമില്ല എന്ന് പറയുന്ന കണക്കിന് വീട് കൊടുത്ത് കൈ കഴുകാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ടാണ് സമയമെടുത്ത് അതിന്റെ പണിയിലേക്ക് കടക്കുന്നത്. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് എത്ര രൂപ ഇത്ര ചില്ലി പൈസ എന്നറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും കോൺഗ്രസ് വ്യക്തത വരുത്തും. ഒരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം ആര്യ അത് ഉത്തരം പറയാതിരിക്കാൻ പറ്റില്ല. ആര്യ ചോദിച്ചു ഒരു മാസത്തെ പോകരുത് പ്ലീസ് പോകരുത്. അങ്ങ് പറഞ്ഞു ഈ പലിശയുടെ കാര്യം പറഞ്ഞു വസന്ത് തടിയപ്പല്ലേ, ഒരു മാസത്തെ പലിശയല്ലേ എന്ന് ചോദിച്ചാൽ 20 കോടി രൂപയാണ് ഡിവൈഎഫ്ഐ കൈമാറി എന്ന് പറയുന്നത്. 12ഓളം മാസമാണ് ആ പൈസ കൊടുക്കാൻ ലാഗ് ചെയ്തത്. അതായത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് അടിച്ച ശേഷം അപ്പൊ സർക്കാരിന് വണ്ടിച്ചേക്കാണ് ഇവർ കൊടുത്തത്. അക്കൗണ്ടിൽ പൈസ ഇല്ലായിരുന്നോ? 12 മാസം കഴിഞ്ഞ് കൊടുക്കുമ്പോ തീർച്ചയായും ഞാൻ കണക്ക് എത്ര മാസം വൈകുന്ന അരുണിനോട് ചോദിക്കൂ. 11 മാസം ശിഷ്ടം ദിവസങ്ങൾ 11 ഒന്നും കൂട്ട്. അങ്ങയുടെ ഒരു തൃപ്തിക്ക് വേണ്ടി 10 മാസം ഒന്ന് കൂട്ട്. അങ്ങനെ വന്നാലും 20 കോടി രൂപയുടെ പലിശ എന്ന് പറയുമ്പോൾ 1.25 കോടി രൂപ വരും. ജനറൽ ആയിട്ട് വെറും കോപ്പറേറ്റീവ് ബാങ്ക് ഇട്ടാൽ 1.25 കോടി രൂപ എത്ര വീട് പണിയാൻ പറ്റും? 10 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ 13 വീട് പണിയാം. 13 വീട്. ആ പലിശ അങ്ങനെ ചെറുതായിട്ടൊന്നും കാണണ്ട. അപ്പോൾ ആ പൈസ എന്ത് എന്ന് പറയണ്ടേ? അപ്പോൾ അവർ മാത്രം വലിയ കേമന്മാർ എന്ന രീതിയിൽ ഭാവിക്കുന്നത് ശരിയല്ല. ഇനി 1-2 കാര്യത്തിന് ഉത്തരം പറയാൻ സമ്മതിക്കണം. ഞാൻ മടങ്ങി വരാം. അതിൽ എനിക്ക് സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ. അല്ല വസന്ത, സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട മഴയ്ക്ക് മുൻപ് എന്നുള്ളതാണ്. മഴക്കാലം ഏപ്രിലാണ്. ഏപ്രിലിന് മുൻപ് വീടുകളിലേക്ക് ആളുകൾ കയറി താമസിച്ചില്ലെങ്കിൽ സർക്കാരിനെയും ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഏപ്രിൽ എന്നുള്ളതാണ് നമ്മുടെ റവന്യൂ മന്ത്രിയായിരുന്ന K. രാജൻ പറഞ്ഞ തീയതി. അതിന് 1 മാസം കൂടി ബാക്കിയുണ്ട്. പിന്നെ വസന്തന്റെ അറിവിലേക്ക് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു, മുസ്ലിം ലീഗ് വീട് കൈമാറി, എല്ലാ പണിയും പൂർത്തിയാക്കിയിട്ടാണ് മുസ്ലിം ലീഗ് വീട് കൈമാറിയത്. പക്ഷെ അവിടെയും മുസ്ലിം ലീഗ് പണി പൂർത്തിയാക്കി കൈമാറിയ വീടുകളിലും കയറി താമസം തുടങ്ങിയിട്ടില്ല. കാരണം അതിന് ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് കയറി താമസം തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ പറയുന്ന കാര്യം. അത് വസന്തിന് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിൽ വസന്തിനെ തിരുത്താൻ കേട്ടോ. എനിക്ക് ഇനി സമയം തരണ്ട, തിരുത്താനാണ് ആ പ്രിയപ്പെട്ട ആര്യ പി. അങ്ങ് എനിക്കിനി സമയം തരണ്ട. ഒരു സംശയം അങ്ങോട്ട് ചോദിക്കാം. ഇപ്പൊ അങ്ങ് പറഞ്ഞു ഏപ്രിൽ മഴക്കാലത്തിന് മുമ്പ് കയറി താമസിക്കാൻ പറ്റുമെന്നാണ് സർക്കാർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെയൊക്കെ പെരുമഴയാണ് വൈകുന്നേരങ്ങളിൽ. പോട്ടെ, ഇനി ഏപ്രിൽ എന്ന അങ്ങയുടെ വാദം ഞാൻ കണക്കിലെടുക്കാം. പിന്നെ എന്തിനാണ് താക്കോൽ കൈമാറ്റ ചടങ്ങ് നടത്തിയത്? എന്തിനാണ് താക്കോൽ കൈമാറുന്നത്? ഞാനിപ്പോൾ ആർക്കൊരു വീട് പണിത് വരുന്നു എന്നിരിക്കട്ടെ, ഞാൻ കോൺട്രാക്ടറാണെന്നിരിക്കട്ടെ, സേവനമൊന്നുമില്ല. ആ കോൺട്രാക്ടറായി ഞാൻ അങ്ങേക്ക് താക്കോല് തരുന്നത് എപ്പോഴാണ്? താക്കോല് വരുന്നത് അതിൻ്റെ ഫർണിഷിംഗ് അടക്കമുള്ള വർക്ക് കഴിഞ്ഞാണ്. കരണ്ടും വെള്ളവും അവൈലബിൾ ആക്കിയ ശേഷമാണ്. ആ താക്കോലിട്ട് ഡോർ തുറന്ന് അങ്ങേക്ക് കയറി താമസിക്കാൻ പറ്റുമ്പോഴേ താക്കോൽ കൊടുക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങ് തന്നെ ദ്വയാർത്ഥത്തിൽ അംഗീകരിക്കുകയാണ് സർക്കാരിന് താക്കോൽ ദാന ചടങ്ങ് വെറും ചടങ്ങ് മാത്രമായിരുന്നു എന്ന്. ശരി, അരുൺ മറുപടി. കുറെ കാര്യങ്ങളുണ്ട്. ഡിവൈഎഫ്ഐയുടെ പലിശയുണ്ട്. എന്തിനാ നേരത്തെ വീടായി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ആളുകൾക്ക് കയറി താമസം തുടങ്ങാൻ സമയത്ത് ഉദ്ഘാടനം ചെയ്താൽ പോരായിരുന്നു? എന്തിനാണ് അങ്ങനെ ഒരു ഗിമിക്ക്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വസന്തിന്റെ. ആര്യ ശ്രദ്ധിച്ചോ? ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ ഒരുപാട് ഇടപെടേണ്ട സാഹചര്യം വന്നിട്ടും ഞാൻ ഇടപെട്ടില്ല. കാരണം ഇത് ജനങ്ങൾ കേൾക്കണം. ഇതാണ് കോൺഗ്രസിന്റെ വാദം എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. കൃത്യമായി ഞങ്ങൾ ചോദിച്ചല്ലോ, ഏത് കോൺഗ്രസിന്റെ 100 വീട്, രാഹുൽ ഗാന്ധിയുടെ 100 വീട്, യൂത്ത് കോൺഗ്രസിന്റെ 30 വീട്, കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റിന്റെ 100 വീട് എന്നതായിരുന്നല്ലോ വാഗ്ദാനം. അര സെക്കൻഡ് കൊണ്ട് 330 വീട് പണിതല്ലോ. എന്നിട്ട് ബാക്കി വീടും എടുത്തോ എന്ന് ചോദിച്ച ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഇപ്പോഴും ചോദിക്കുന്നു, മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ പെർമിറ്റിന് വേണ്ടി നിങ്ങൾ അപേക്ഷിച്ചോ? ഇല്ല. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള വിവരാവകാശ രേഖയുടെ റിപ്പോർട്ട് പ്രകാരം ഒരു രേഖയ്ക്കും ഒരു സാങ്ഷനും നിങ്ങൾ അപേക്ഷിച്ചിട്ട് പോലുമില്ല. നിങ്ങളിട്ട കല്ല് എവിടെയാണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല. ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ബേസ് പോലും അവിടെ ആരംഭിച്ചിട്ടില്ല. ഒരു അഫിഡവിറ്റിലോ അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ട് രേഖയോ നിങ്ങൾ സൂചിപ്പിച്ചിട്ടില്ല. ഇത്ര രൂപ പിരിച്ചു, ഇത്ര രൂപ അതിന് സ്ഥലം വാങ്ങിക്കാൻ മുടക്കി, ഇത്ര ബാക്കിയുണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടില്ല.
ഇത് പൊതുസമൂഹം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ KPCC പ്രസിഡന്റിന്റെ അക്കൗണ്ടിൽ ഇതെല്ലാം ഉണ്ട്, ഞങ്ങൾ ഇതൊക്കെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് നയാ പൈസ എങ്കിലും ഇനി ബാക്കിയുണ്ടോ? അതെടുത്തിട്ടാണോ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിവിധങ്ങളായ കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതെടുത്തിട്ടാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ടുള്ള ചോദ്യം എന്താ? 178 പേർക്ക് വീട് കൈമാറി, 232 പേരുടെ വീട് പൂർത്തീകരണത്തിന്റെ അന്തിമ ഘട്ടത്തിൽ. അതിൽ ആ വീട്ടിലേക്കുള്ള ഫർണിച്ചർ ഗവൺമെന്റ് കൊടുക്കുന്നു, ആ വീട്ടിലേക്കുള്ള TV, വലിയ LED TV DYFI കൊടുക്കുന്നു, അതിന്റെ താക്കോല് കൈമാറി. എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ താമസം തുടങ്ങുന്നുള്ളൂ, അത് ഏപ്രിൽ മാസമാണ്, ഞങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് നഷ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരേ ദിവസം താമസം ആരംഭിക്കുമെന്ന് അവിടെ വീട് കിട്ടിയ ഗുണഭോക്താക്കൾ തീരുമാനിക്കുന്നു. മാധ്യമങ്ങളോടടക്കം അവർ പറയുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾ ഇപ്പോഴും അവിടെ ടൗൺഷിപ്പിന്റെ ഭാഗമായി പണിയെടുക്കുന്നുണ്ട്. സ്കൂളുകൾ, ബാങ്കുകൾ, ഓഡിറ്റോറിയങ്ങൾ, ആശുപത്രികൾ, വായനശാലകൾ, ക്ലബ്ബുകൾ, ഇതിന്റെ ഭാഗമായി പണി തീർത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളുടെയും പണി നടക്കുന്നു എന്ന് അവിടുത്തെ ഗുണഭോക്താക്കൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ആ സമയത്താണ് താക്കോൽ എന്നിട്ട് കൈമാറിയ പോലെ താക്കോലിൽ ഒരു കല്ലിട്ടയാൾ, ഒരു കല്ല് മാത്രം ഇട്ടവരാണ് പറയുന്നത്. പണി പൂർത്തീകരിച്ച ഈ 178 പ്ലസ് 232 വീടുകളുടെ ആ വീടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുത്ത വാക്കുപാലിച്ച ഗവൺമെന്റിനോട് ചോദിക്കുന്നത് എന്ത്? നിങ്ങൾ എന്തിനാ താക്കോല് കൈമാറി? നിങ്ങൾ എന്തിനാ അത് ചെയ്ത് ഇത് ചെയ്ത്? ഇതൊക്കെ കേൾക്കുന്ന പട്ടിണി പാവങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾ അവിടെയുണ്ട്. ആ പാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച കേരളത്തിലെ ജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതിനിടയിൽ CPM എത്ര പണം പിരിച്ചു ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ? ഞാൻ ആങ്കറെ അഭിനന്ദിക്കുകയാണ്. ആ സമയത്ത് തന്നെ താങ്കൾ ഇടപെട്ട് അത് തിരുത്തി. കാരണം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് അതും ശരിയാണല്ലോ എന്ന് തോന്നും. ഒരു നയാ പൈസ CPM പിരിച്ചിട്ടില്ല. CPM വീട് വീടാന്തരമേ കയറി ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ആ അഡ്രസ് ഇതാണ് ഗൂഗിൾ പേ. ആ ഒരു നോട്ടീസുമായിട്ട് ചെന്ന് ഇതിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത്. DYFIയോ കൂലിപ്പണിയെടുത്ത് ആക്രി പെറുക്കി വിവിധ ചലഞ്ചുകൾ നടത്തി തടി ചോന്ന് മറ്റു തരത്തിൽ ദിവസേന പണിക്ക് പോയി കിട്ടിയ പണം അത് ഒരിക്കലും കളക്ഷൻ അല്ല, കൂലിയായിട്ട് കിട്ടിയ പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത് 20.5 കോടി രൂപ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഏതെങ്കിലും തരത്തിൽ പലിശ വന്നിട്ടുണ്ട്? ആ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് TV എല്ലാ വീടുകളിലും. ഞങ്ങൾ പറഞ്ഞു കുട്ടികളുടെ പഠനം, ഇത്രയും കുടുംബത്തിലെ ഏത് കുട്ടിക്കും ഏതുവരെ പഠിക്കണമോ അതിനു വേണ്ടിയിട്ടുള്ള പഠനം ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ പിരിച്ച ആപ്പുമില്ല, ഒരു തുടർ നടപടിയില്ല, നയാ പൈസ ഇല്ല, ഒരു കല്ല് മാത്രം അവിടെ ഉള്ളവരാ പറയുന്നത് പലിശ കിട്ടിയില്ലോ. നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കണം. അത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ജനങ്ങൾ ഞങ്ങൾ ചെയ്ത ഏറ്റവും കൃത്യമായിട്ടുള്ള പരിപാടിയെക്കുറിച്ച് അവർ ബോധ്യപ്പെടുന്നത്. ഞങ്ങൾ ആ ഒരു സസ്പെൻസ് എന്ന രൂപത്തിൽ വെച്ചുകൊണ്ടാ ആ വീട് കൈമാറിയ ദിവസം 178 വീട്ടിലേക്കും TV ആയിട്ട് ചെന്നത്. ഇനി 232 TV ഞങ്ങൾ മേടിച്ചു വെച്ചിരിക്കുന്നു. ഈ വീടും കൃത്യമായി ജനങ്ങൾ താമസിക്കുന്ന ദിവസം കൊടുക്കാൻ. അവിടുത്തെ കുട്ടികൾക്ക് ഏതുവരെയുള്ള പഠനം ഇത് ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും പറഞ്ഞതാ. എന്നിട്ട് എവിടെ പോയി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം നേതാക്കന്മാർ പറഞ്ഞില്ലേ ഇത്ര ലക്ഷം ഞങ്ങൾ പിരിച്ചു കൊടുത്തു, പക്ഷെ അതിന് കണക്കില്ല, രേഖയില്ല. നിങ്ങളുടെ തന്നെ ക്യാമ്പുകളിലല്ലേ ഏറ്റവും വലിയ വിവാദങ്ങൾ, അങ്ങനെയല്ലേ മാധ്യമങ്ങളിൽ വാർത്തയായിട്ട് വന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്തെ, നിങ്ങൾ ഈ ഡിഫൻസ് തന്നെ എടുക്കണം. വീണ്ടും ചർച്ച നടത്തണം. വീണ്ടും DYFIയോടും ഗവൺമെന്റിനോടും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഞങ്ങൾ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും. ആ കുടുംബത്തിന് ഒരു പോറലുമേൽക്കാതെ ഞങ്ങൾ സംരക്ഷിക്കും. ഇതിനിടയിൽ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് 10-40ഓളം കോൺഗ്രസ് അനുഭാവികളായ കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഈ ടൗൺഷിപ്പിൽ വീട് വേണ്ട എന്ന് പറഞ്ഞു. ഗവൺമെന്റ് 15 ലക്ഷം രൂപ വീതം അവർക്ക് കൊടുത്തു. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ആ 15 ലക്ഷം രൂപയും വാങ്ങിച്ച് അവർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വീടിന് വേണ്ടി. നിങ്ങളുടെ വീട് എന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ അവർ കളക്ടറെ പോയി കാണുകയാ. ഞങ്ങളെ ചതിച്ചു കോൺഗ്രസ്, അതുകൊണ്ട് ഈ ടൗൺഷിപ്പിൽ തന്നെ ഞങ്ങൾക്ക് വീട് വേണമെന്ന് പറയുകയാ. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി, കൽപ്പറ്റ ടൗണിൽ ഒരു സെന്റിന് 12 ലക്ഷം മുതൽ 15 ലക്ഷം രൂപ വില വരും. അവിടെയാണ് 7 സെന്റ് ഈ ഗവൺമെന്റ് കൊടുത്തത്. 7 × 12 ലക്ഷം ഒന്ന് കണക്ക് കൂട്ടി നോക്ക്. വീടിന്റെ തുകയും മറ്റനുബന്ധ കാര്യങ്ങളും കണക്ക് കൂട്ടി നോക്ക്. 1 കോടിയിലധികം എത്ര പേരെ കണക്ക് കൂട്ടാം? ആ 1 കോടിയിലധികം ഒരു കുടുംബത്തിന് ഗവൺമെന്റിന്റെ സംരക്ഷണമായിട്ട് കൊടുക്കുകയാ ടൗൺഷിപ്പ്. അതേപോലെ രാവിലെ ആന വരും, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാൻ ആന വരുന്ന പ്രദേശത്തല്ല, കൽപ്പറ്റ ടൗണിന്റെ നഗര ഹൃദയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ എത്ര വിവാദങ്ങൾ ഉയർത്താൻ ശ്രമിച്ചാലും, എത്ര നുണ പ്രചരിപ്പിച്ചാലും
കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ശരി, ചെയ്യാൻ ശരി. കഴിയുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ മടങ്ങി വരാം. പറയുന്ന കാര്യങ്ങൾ ശരി. സമയബന്ധിതമായി പൂർത്തീകരിച്ച് ജനങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്ന മനസ്സിലായി. ഗവൺമെന്റാണ് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ ശ്രീ ഗവൺമെന്റ്. ജോർജ് പൊടിപ്പാറ, ഇപ്പം വയനാട് ഒരു വലിയ വിഷയമായി ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഭരണപക്ഷത്തെ ഓഡിറ്റ് ചെയ്യാറുണ്ട്. ഭരണപക്ഷം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞൊരു വാഗ്ദാനം നടപ്പാക്കിയില്ല. ഇവിടെ പ്രതിപക്ഷം ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. അത് ഒരു സുതാര്യതയുടെ പ്രശ്നമുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഈ വയനാട് പ്രശ്നത്തിൽ ട്രാൻസ്പാരൻസി കുറവ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായോ, അതോ അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം, ഇപ്പം സർക്കാർ ഭൂമി തരുമെന്ന് പ്രതീക്ഷിച്ചു, അതുണ്ടായില്ല, അതുകൊണ്ടുള്ള കാലതാമസം, അതൊക്കെ വിശ്വസനീയമാണോ? അതിനകത്ത് അങ്ങനെയും ഒരു വശമുണ്ട്. അതിന് പൂർണ്ണമായിട്ട് അതാണോ കാരണം, അല്ലെങ്കിൽ അതാണോ വിഷയം എന്ന് ചോദിക്കുമ്പോഴും ഇപ്പോൾ അരുൺകുമാർ തന്നെ പറഞ്ഞു അവിടെ ഒരു സെൻറ്റിന് 12 ലക്ഷം രൂപ വരെയൊക്കെ വിലയുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ഭൂമി വാങ്ങാൻ അത്രയേറെ പണം വേണം. നേരെ മറിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സർക്കാരിൻ്റെ കൈവശം ഇപ്പോൾ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 700 കോടിയിലധികം ഉണ്ട്. പിന്നെ സർക്കാരിൻ്റെ സംവിധാനത്തിൽ എത്ര ഭൂമി വേണമെങ്കിലും ഏറ്റെടുക്കാം, അതിനൊരു നിശ്ചിത വില നിശ്ചയിക്കാം. ഈ 12 ലക്ഷം രൂപ സെൻറ്റിന് വരുന്ന രീതിയിൽ വില കൊടുത്തിട്ടൊന്നും അല്ല സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്തതെന്നുള്ളത് അരുൺകുമാറിനും അറിയാം, എനിക്കും അറിയാം, വസന്തിനും അറിയാം. അല്ലെങ്കിൽ അരുൺകുമാർ അത് നിഷേധിക്കട്ടെ, സർക്കാർ ഒരു വില നിശ്ചയിച്ചു, ആ വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്തു. പക്ഷേ സർക്കാരിനുള്ള ഈ സ്വാതന്ത്ര്യമൊന്നും വേറൊരു പാർട്ടിക്കില്ല. ഇതൊക്കെ പറയുമ്പോഴും മറുവശത്ത് ഒന്നുകൂടെ ആലോചിക്കേണ്ടതുണ്ട്. സർക്കാരിനേക്കാൾ വേഗത്തിൽ മുസ്ലിം ലീഗ് വീടുകൾ പൂർത്തിയാക്കി അവരും ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. ആ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകളും ആ വീട്ടിലേക്ക് ആവശ്യമായ മറ്റ് സാധന സാമഗ്രികളെല്ലാം കൊടുത്ത് അവർ നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീട് അന്തസ്സായിട്ട് പൂർത്തിയാക്കി ജനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കഴിയാതെ പോയതൊരു വീഴ്ചയാണെന്ന് ഉള്ളത് തർക്കമില്ല. ഞാനത് അംഗീകരിക്കാൻ തയ്യാറാണ്. കുറച്ചുകൂടെ കാര്യക്ഷമത കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ പറയുന്നൊരു ന്യായം, ആ ഫണ്ട് ഞങ്ങളുടെ കൈവശം ഇൻടാക്റ്റ് ആയിട്ടുണ്ട്, സുരക്ഷിതമായിട്ടുണ്ട്, പക്ഷേ സ്ഥലം വാങ്ങിച്ചെടുക്കാനോ അത് ഭൂമി സർക്കാർ അനുവദിക്കുമെന്ന് പ്രതീക്ഷിച്ചു. ഇതൊരു നല്ല കാര്യത്തിന് വേണ്ടിയായതുകൊണ്ട് ഭൂമി സൗജന്യമായിട്ട് കിട്ടും, വീടുകൾ പണിയേണ്ട ഉത്തരവാദിത്വം മാത്രമേ ഞങ്ങൾക്കുണ്ടാവൂ പ്രതീക്ഷിച്ചു. പക്ഷേ സർക്കാർ ഭൂമി പി.കെ. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം കൂടിയാണല്ലോ ആ ലീഗിന്റെ വീടുകൾക്ക് ചുക്കാൻ പിടിച്ചത്, നേതൃത്വം നൽകിയത്. അപ്പം ഭൂമി സൗജന്യമായി കിട്ടില്ല എന്നുള്ളത് ബോധ്യമാണ്. കാരണം സർക്കാരിന് പോലും ഇപ്പം സർക്കാർ വെസ്റ്റേൺ എസ്റ്റേറ്റിൽ 43.56 കോടി കൊടുത്തു. അപ്പം ഭൂമി സൗജന്യമായി കിട്ടില്ല എന്നുള്ളത് പ്രതിപക്ഷത്തിന് ബോധ്യമുള്ളൊരു കാര്യമായിരുന്നില്ലേ? അങ്ങനെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിലാണ്, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഈ ഭൂമി അങ്ങനെ കിട്ടില്ല, അവിടെ ഭൂമി ഒരു വളരെ സ്കേഴ്സാണ്, മാത്രമല്ല വന്യമൃഗശല്യമോ ആനശല്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കി, സുരക്ഷിതമായ സ്ഥലം നോക്കി ഭൂമി സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ന്യായീകരിക്കുകയല്ല. അവിടെ അരുൺ പറഞ്ഞ പല കാര്യങ്ങളിലും മറുപടി ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കോൺഗ്രസ് കുറെ കൂടി കാര്യക്ഷമമായിട്ട് ഉത്തരവാദിത്വബോധത്തോടെ അത് ചെയ്യേണ്ടതായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതൊരു വലിയ ചോദ്യമായി ഉയരും എന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. പക്ഷേ അപ്പോഴും വേറൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഈ വീട് പണിതതിൽ ഈ കർണാടക സർക്കാരിൻ്റെ ഒരു വലിയ സഹായം അവിടെ 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അടുത്ത 10 കോടി രൂപ കൂടി കൊടുക്കും എന്ന് കഴിഞ്ഞ ദിവസം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഏകപക്ഷീയമായിട്ട് ഇതിനെയൊന്നും എന്താ പറയുക, ഇതിനോട് നിഷേധാത്മക സമീപനം കാണിച്ചെന്ന് പറയാൻ പറ്റില്ല. കർണാടക സർക്കാർ കാര്യമായി തന്നെ സഹായിച്ചു. മറ്റേത് സർക്കാരിനേക്കാൾ കൂടുതൽ കർണാടക സർക്കാർ ഈ യജ്ഞവുമായിട്ട് സഹകരിച്ചു. അതൊരു കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരാണെന്നുള്ളത് അരുൺകുമാർ സൗകര്യപൂർവ്വം അത്തരം കാര്യങ്ങൾ മറയ്ക്കുന്നു. മറിച്ച് സഹകരിച്ച മേഖലകളൊക്കെ മറയ്ക്കുകയും ഏതെങ്കിലും രീതിയിൽ വീഴ്ച വന്നതും അല്ലാതെ പർവ്വതീകരിച്ച് പ്രൊജക്ട് ചെയ്യുകയും ചെയ്യും. കോൺഗ്രസിന് അതിനകത്ത് ഒരു വീഴ്ച വന്നിട്ടുണ്ട്. പക്ഷേ അതിനുവേണ്ടി പിരിച്ച പണം ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞതുമില്ല. അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടി പിരിച്ച വ്യക്തികൾക്കോ സന്നദ്ധ സംഘടനകൾക്കോ വീട് വയ്ക്കാൻ ഗവൺമെന്റ് സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഗവൺമെന്റ് വരെ കോടിക്കണക്കിന് രൂപ കൊടുത്ത് നിയമ പോരാട്ടം നടത്തി ഭൂമി വിലയ്ക്ക് വാങ്ങുക ചെയ്ത്. ഹൈക്കോടതി പറഞ്ഞ തുക, സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ ഭാഗമായി ഹൈക്കോടതി പറഞ്ഞ തുക അർദ്ധരാത്രി തന്നെ കോടതിയിൽ കെട്ടിവെച്ച ഗവൺമെന്റ് ഭൂമി ഏറ്റെടുത്തത്. ആ സാഹചര്യത്തിലാണ് ഗവൺമെന്റ് ഭൂമി തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പച്ചയായ കള്ളം വീണ്ടും പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ജോർജ് പടിപ്പാറ കുറച്ച് കാര്യങ്ങൾ അങ്ങ് സമ്മതിച്ചല്ലോ. ഞാൻ എന്തായാലും ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഗൗരവമായ വിഷയം ഓരോ വ്യക്തികളും ചർച്ച ചെയ്യുകയാണ്. ഓരോരുത്തരും കോൺഗ്രസിനോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് കണക്ക്. അതുപോലെ വളരെ പെട്ടെന്ന് മടങ്ങി വരാം അരുൺ.
ശ്രീ അരുൺകുമാർ, ഇന്നിപ്പോ വയനാട്ടിലെ കണക്ക് എല്ലാ കണക്കും പുറത്തുവിടാൻ ഞാൻ തയ്യാറാണ്. അതിനു പകരം രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ, അഭിമന്യുവിന് സഹായിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ എത്ര പണം ശേഖരിച്ചു, ആ കണക്കുകൾ പൊതുസമൂഹത്തിൽ വെക്കുമോ എന്നൊരു ചോദ്യം പ്രതിപക്ഷ നേതാവ് മറുവാദമായി ഉന്നയിക്കുന്നുണ്ട്. അതും ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ. കുഞ്ഞികൃഷ്ണൻ ബാങ്ക് അക്കൗണ്ടാണ് പുറത്തുവിട്ടുള്ളത്. അതിൽ കൃത്യമായി അദ്ദേഹം കുറേ കാലം നിങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പുറത്തു വരുമ്പോൾ ഈ ആദ്യം ആരോപണമായിരുന്നു, ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ ആ സ്റ്റേറ്റ്മെന്റ് സഹിതം 5 ലക്ഷം രൂപ വക മാറ്റി എന്നുള്ള രേഖ സഹിതമാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതിനെ എങ്ങനെ പ്രതിരോധിക്കും നിങ്ങൾ? ഒരിക്കലും ഒരു പ്രതിരോധിക്കേണ്ട വിഷയമില്ല. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഖാക്കൾ, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച നിരവധി സഖാക്കളുണ്ട്. ആ സഖാക്കളുടെ കുടുംബത്തെ സംരക്ഷിക്കാനും അവർക്ക് ഉചിതമായിട്ടുള്ള സ്മാരകമുണ്ടാക്കുവാനും അതാത് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണശേഖരണം നടത്തുകയും അതിനുശേഷം അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പാർട്ടി ഘടകത്തിലും ഇതിനുവേണ്ടി തയ്യാറാക്കിയ രൂപീകരിച്ച കമ്മിറ്റിയും കൃത്യമായി അവതരിപ്പിച്ച് അംഗീകരിച്ച് ഓഡിറ്റ് ചെയ്തു പോയിട്ടുള്ളതാണ്. അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ അതിന് തയ്യാറാണ്. അത് അത്തരത്തിലുള്ള സാഹചര്യം തയ്യാറല്ല എന്നുള്ളതാണ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. KK രാഗേഷ് പറഞ്ഞത് അത് പാർട്ടി പ്രവർത്തകർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. അല്ല, ഒരു പ്രശ്നമില്ല. അല്ല, പ്രശ്നമുണ്ട്. അത് ചോദിച്ചിരുന്നു. അതിന് കണക്കുകൾ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട എന്നുള്ളതാണ് പാർട്ടി നിലപാട്. ഒറ്റ മിനിറ്റ്. അല്ല, ഞാൻ എൻ്റെ പാർട്ടിയുടെ നിലപാടല്ലേ പറയുന്നത്. ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചല്ലേ വരുന്നത്. അതായത് കൃത്യമായി ഒരു ഏതാവശ്യത്തിന് വേണ്ടിയിട്ടോ പണം ശേഖരിക്കുന്നത്, ചിലപ്പോൾ ഒരു കെട്ടിടം പണിയാനായിരിക്കാം, ചിലപ്പോൾ ഒരു പഠന സഹായമായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലുമുള്ള ചികിത്സാ സഹായമായിരിക്കാം, രക്തസാക്ഷി സഹായമായിരിക്കാം. ഏത് സാഹചര്യത്തിലാണോ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ പണം പിരിക്കുന്നത് അതിനുവേണ്ടി രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റിയിലും അത് ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിലും അത് കൃത്യമായിട്ട് അവതരിപ്പിച്ച് അംഗീകരിച്ച് പാസാക്കി അത് ഓഡിറ്റ് ചെയ്തു പോകുന്ന സിസ്റ്റമാണ് ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. അത് പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണോ? ഞങ്ങൾ അതിലൊക്കെ സുതാര്യമായിട്ട് ഈ പാർട്ടി കൈകാര്യം ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ഈ ആരോപണമൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തു വരാം. ഒറ്റ മിനിറ്റ് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ പാർട്ടിയുടെ അകത്ത് ഇരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പുറത്തിറങ്ങി UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോ അതെ പുറത്തു വിട്ടു, ഒരു അക്കൗണ്ട് പുറത്തു വിട്ടു, മറുപടി പറഞ്ഞോ എന്ന് പറയുമ്പോൾ വലതുപക്ഷത്തിന്റെ വാളായിട്ട് ഇവർ മാറുമ്പോ വർഗശത്രു, യഥാർത്ഥ വർഗശത്രുവായിട്ട് അവർ മാറുകയാണ്. അത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഇതിനെ ഒരിക്കലും ചൂരൽമല മുണ്ടക്കൈയായിട്ട് താരതമ്യപ്പെടുത്തരുത്. അത് ക്രൗഡ് ഫണ്ടിംഗ് ആണ്. ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി മൃതദേഹത്തിന്റെ എണ്ണം പറഞ്ഞുകൊണ്ട് അവിടുത്തെ ദുരന്തം വെച്ചുകൊണ്ട് പണം പിരിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ താരതമ്യപ്പെടുത്തലേക്ക് പോകുന്നതിന്റെ ശരിയല്ല. പക്ഷെ ഞങ്ങളുടെ നിലപാട് ഇതാണ്. അത് വ്യക്തമാണ്, കൃത്യമാണ്. ശരി, എന്തായാലും ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇനി വെറും 9 ദിവസം മാത്രമാണ് ജനം വിധി എഴുതാൻ ബാക്കിയുള്ളത്. ആ സമയത്ത് വികസനത്തിനപ്പുറം ഈ പറഞ്ഞതുപോലെ കണക്കുകളിലെ കള്ളക്കണക്കുകൾ അതൊക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനം എന്ത് മനസ്സിൽ കണ്ടാണ് പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നുള്ളത് അറിയാൻ ഇനി വെറും 9 ദിവസം മാത്രം ബാക്കി. പാനലിസ്റ്റുകൾക്ക് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.